ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കി നോക്കാം. വളരെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ആദ്യം നമ്മളൊരു പപ്പായ എടുത്ത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിലെ കുരുവെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ചെറിയ ക്യൂബുകളായി കട്ട് ചെയ്ത് മാറ്റാം. ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. അത്യാവശ്യം നന്നായി മൂത്ത പപ്പായാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കി എടുക്കാൻ. പപ്പായക്ക് പ്രത്യേകിച്ച് ഒരു സീസണൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ഒന്നാണ് പപ്പായ. മാക്സിമം നമ്മൾ കടകളിൽ പോയി വാങ്ങാതെ നമ്മളെ വീടുകളിൽ തന്നെ ഉള്ളത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ സാധാ വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരു 7 മിനിറ്റോളം നമ്മളത് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മളെ വീട്ടിലൊക്കെ ജ്യൂസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുക നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ ലളിതമായി നമുക്ക് വീടുകളിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. 7 മിനിറ്റിന് ശേഷം നമ്മളത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ശേഷം നമ്മൾ ഒരു ചട്ടി എടുത്തു. ചട്ടി ചൂടായിരുന്ന സമയം അതിനകത്തേക്ക് നമ്മളൊരു കപ്പ് പഞ്ചസാര ചേർത്തു. ശേഷം അതിനകത്തേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മളത് ഉരുക്കിയെടുക്കാൻ പോകണം. നമ്മൾ പഞ്ചസാര ലായനിയാക്കി മാറ്റുകയാണ്. ശേഷം പഞ്ചസാര മുഴുവൻ ലയിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് നമ്മൾ 7 മിനിറ്റോളം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ പപ്പായ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി നമ്മളത് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ വീടുകളിൽ തന്നെ ഉള്ളത് തന്നെയാണ്. അതിൽ നമ്മളെ ഫുഡ് കളർ മാത്രമേ നമുക്ക് വീടുകളിൽ ലഭ്യമില്ലാത്തതുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വീടുകളിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഇനി നമ്മൾ 5 മിനിറ്റിന് ശേഷം നമ്മളിതിനകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ശേഷം നമ്മൾ അവിടുന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കുക. നമ്മളത് മിക്സ് ചെയ്ത സമയത്ത് മനസ്സിലാവും കയ്യിൽ ഒട്ടിക്കളിക്കുക. അതായത് പഞ്ചസാര ലായനി നമ്മളെ കയ്യിൽ ഒട്ടി കളിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പതിന് ശേഷം നമ്മളത് നമുക്കിഷ്ടപ്പെട്ട കളർ ഏതാണോ ആ കളർ ചേർത്ത് മാറ്റി വെക്കാവുന്നതാണ്. നമ്മളിവിടെ 3 തരം കളർ എടുത്തിട്ടുണ്ട്. കളറ് പച്ച, ഓറഞ്ച്, ചുവപ്പ്. കളറിനകത്തേക്ക് നമ്മൾ ഓരോ ബൗളിൽ ഓരോ കളറാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് അത് വിതറി മാറ്റി വെക്കുകയാണ്. ഏകദേശം ഒരു 12 മണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കി. അതല്ലെങ്കിൽ നമുക്കത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മളെ ടൂട്ടി ഫ്രൂട്ടി തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതായതുകൊണ്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.